Hey guys, welcome back to the classes. Today is day 15 of our training, right? And today is General English 6. ഇന്ന് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളൊക്കെ കാണാത്ത ആളുകൾ എന്ത് ചെയ്യുക, നമ്മുടെ ഐ ബട്ടണിൽ പോയിട്ട് മുമ്പുള്ള ക്ലാസ്സുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടുവരിക. ജനറൽ ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ക്ലാസ്സാണ്. ഇതേപോലെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ 6ാമത്തെ ക്ലാസ്സും ആണ് വരാൻ പോകുന്നത്. സോ രണ്ട് സീരീസ് ആയിട്ട് ജനറൽ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ് GESE എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ആദ്യമായിട്ട് ചാനൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഇതൊരു കോഴ്സാണ്, ഇത് വെറും ഒരു യൂട്യൂബ് വീഡിയോ അല്ല, ഇതൊരു കോഴ്സാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ട് ക്ലാസ്സുകൾ കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ലെവൽ ലേണേഴ്സിന് ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സെഷനാണ് ഇന്നത്തെ സെഷൻ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, you should not skip even a second of this video. This video is going to be helpful for all the upcoming videos in this series, in General English series. വരുന്ന എല്ലാ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും വളരെ ഉപകാരപ്രദമായ, ഇതിനി ഞാൻ ഒരു ക്ലാസ്സിലും പറയില്ല. ഇന്ന് നമ്മൾ ഒരു സെൻറ്റൻസിനെ 4 വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാം. 4 വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാൻ പോകുന്നത്. നമ്മൾ 2 കാര്യങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നുണ്ട്. ഒന്നെന്താണ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് കിട്ടിയെന്ന് വിചാരിക്കാം. മലയാളത്തിലൊരു സെൻറ്റൻസ് ഞാനിവിടെ എഴുതാം. നാളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, കുറച്ച് ലെങ്ത് ഉണ്ടേ. നാളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർത്തു വെക്കാൻ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു മലയാളം സെൻറ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കണം നമുക്ക്. ഞാൻ ബേസിക് ലെവൽ ലേണേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. സോ ഇതുപോലെയുള്ളൊരു സെൻറ്റൻസ് കിട്ടിയെന്ന് വിചാരിക്കുക. സോ ഇത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കണം. അല്ലെങ്കിൽ ഇതുപോലത്തെ ഹൺഡ്രഡ്സ് ഓഫ് സെൻറ്റൻസസ് വിൽ ബി ദർ വെൻ വി യൂസ് ഇംഗ്ലീഷ്, റൈറ്റ്? സോ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ വരുമ്പോൾ ഇത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ എവിടെ നിന്ന് തുടങ്ങണം? നാളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർത്തു വെക്കാൻ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം, എവിടെ നിന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ആദ്യം ഏത് വെക്കണം, രണ്ടാമത് ഏത് വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും തുടക്കക്കാർക്ക്. സോ അത്തരം കൺഫ്യൂഷൻസ് ഒക്കെ മാറുന്നതിന് വേണ്ടി നമ്മൾ എന്ത് പഠിക്കണം? നമ്മളൊരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഒരു നോർമൽ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊക്കെ പഠിച്ചു വെക്കണം. സോ ആ സ്ട്രക്ചർ അറിയുന്ന ആളുകൾക്ക് ആ സ്ട്രക്ചർ പ്രകാരം ഇതിലുള്ള വേർഡ്സിനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. സോ ആ സ്ട്രക്ചർ ഇന്ന് എന്താണ്, ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ജനറൽ സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. രണ്ടാമത്തെ കാര്യം, വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നമ്മൾ ഇംഗ്ലീഷിലുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻറ്റൻസിനെ വേറെ 2, 3, 4 ഫോമിലേക്ക് മാറ്റാൻ നമ്മൾ ഇന്ന് പഠിക്കും. ഈ സംഭവം എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇനി വരാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും, ജനറൽ ഇംഗ്ലീഷിൻ്റെ എല്ലാ ക്ലാസ്സുകളിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ ആവശ്യം വരാവുന്ന വിവിധ ടൈപ്പ് ഓഫ് സെൻറ്റൻസസ് ഉണ്ട്, വിവിധ സ്ട്രക്ചറിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടാവും. സോ ആ ഓരോ സെൻറ്റൻസും എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ആ ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള 3-4 രീതിയിലേക്ക് മാറ്റാനും കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഈ ഓരോ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോഴും അതിനെ മാറ്റുന്നത് പഠിപ്പിക്കാതെ ഇത് ആദ്യം തന്നെ അങ്ങോട്ട് പഠിപ്പിക്കണം. ഏത് സെൻറ്റൻസ് ആവട്ടെ, ഇംഗ്ലീഷിലുള്ള ഏത് സെൻറ്റൻസ് ആവട്ടെ, നമ്മൾ ആദ്യം മലയാളത്തിലുള്ള ഒരു സെൻറ്റൻസ് എടുത്തിട്ട് അത് പഠിക്കും, എന്നിട്ട് അതുപോലെ ഇംഗ്ലീഷിലുള്ള സെൻറ്റൻസും പഠിക്കും. സോ ഇങ്ങനെ ഏത് സെൻറ്റൻസ് കിട്ടിയാലും അതിനെ ഇതുപോലെയുള്ള, അപ്പോൾ ഈ സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ ബാക്കിയുള്ള 4 ഫോമിലേക്ക്, ഈ സെൻറ്റൻസ് കിട്ടിയാൽ ഈ 4 ഫോമിലേക്ക്, ഈ സെൻറ്റൻസ് കിട്ടിയാൽ ഈ 4 ഫോമിലേക്ക്, ഇതിങ്ങനെ മാറ്റി കളിക്കാൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ. വെരി ഈസി. ഇറ്റ് വിൽ ബി this class will be very helpful for the upcoming classes. So let's see. സോ പറഞ്ഞു വന്നത് എന്താണ്, നമ്മൾ ആദ്യം ഒരു മലയാളം സെൻറ്റൻസ് എടുക്കുക. അപ്പോൾ അവൻ ഭക്ഷണം വേണ്ട, ഭക്ഷണം അവിടെ നിൽക്കട്ടെ. അവൻ സയൻസ് പഠിക്കുകയാണ് എന്നായിക്കോട്ടെ. ഇങ്ങനെ മലയാളത്തിലൊരു സെൻറ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. അവൻ സയൻസ് പഠിക്കുകയാണ്. ഈ സെൻറ്റൻസിനെ ഞാൻ മറ്റ് 4 രൂപത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, അതെന്താണെന്ന് പറഞ്ഞുതരാം.
അപ്പോൾ ഈ സെൻറ്റൻസ് അവൻ സയൻസ് പഠിക്കുകയാണ് എന്നാണല്ലോ. ഇനി ഈ സെൻറ്റൻസിനെ നമ്മൾ അവൻ സയൻസ് പഠിക്കുകയല്ല എന്നാക്കാൻ വളരെ എളുപ്പമാണ്. എന്താണ്, ഇവിടെ ഒരു മാറ്റമില്ല, ഇവിടെ മാറ്റമില്ല, ഇതിൽ മാത്രം ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഇതെന്താവും? അവൻ സയൻസ് പഠിക്കുക, ഇതുവരെ ഇതന്നെ മതി. പിന്നെ ഇവിടെ ആണ് എന്നുള്ളത് എന്താക്കുക? അല്ല എന്നാക്കുക. അപ്പം എന്തായി? അവൻ സയൻസ് പഠിക്കുകയല്ല എന്നായി അല്ലേ? സോ ഈ അവൻ സയൻസ് പഠിക്കുകയല്ല എന്ന് പറയുന്ന ഈ സെൻറ്റൻസ് ഇതിൻ്റെ നെഗറ്റീവ് ആണ് എന്നാണ് പറയാം. നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. എന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധം, നെഗേഷൻ എന്ന് പറയും. അതായത് നിഷേധിക്കുക. അല്ല എന്ന് പറയുന്നതിനാണല്ലോ ഇല്ല എന്ന് പറയുക, അല്ല എന്ന് പറയുന്നതൊക്കെ ഒരു നിഷേധമാണ്. സോ അങ്ങനെയല്ലേ മലയാളത്തിൽ അതിന് പറയാം. സോ ഈ സെൻറ്റൻസ്, അതായത് അവൻ സയൻസ് പഠിക്കുകയല്ല എന്ന് പറയുന്നത് അവൻ സയൻസ് പഠിക്കുകയാണ് എന്ന് പറയുന്നതിന് എന്ത് ഫോമാണ്? നെഗറ്റീവ് ഫോമാണ്. എന്താണ്? നെഗറ്റീവ് ഫോം. സോ നമ്മൾ അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്? ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം. ഈ അല്ല എന്ന് പറയുന്ന ഈ സെൻറ്റൻസിനെ നമുക്കൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം. അപ്പോൾ ഇത് ഞാൻ അറിയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ എഴുതണം. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ആ പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ എന്താക്കി? നെഗറ്റീവ് സെൻറ്റൻസ്. ഇതേ എക്സസൈസ് നമ്മൾ ഇംഗ്ലീഷിൽ ചെയ്യാൻ പോവാണ് കേട്ടോ. നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി. ഇനി ഞാൻ ഇതിൽ നിന്ന് ഈ പോസിറ്റീവ് സെൻറ്റൻസിൽ നിന്ന് വേറൊരു സംഭവം ഉണ്ടാക്കാം. അതായത് അവൻ സയൻസ് പഠിക്കുകയാണോ? എന്താണ്? അവൻ സയൻസ് പഠിക്കുകയാണോ? ഇതെന്താണ്? ഈ സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ചോദ്യമാണ് അല്ലേ? അവൻ സയൻസ് പഠിക്കുകയാണോ? ഇതിനെന്താ ആൻസർ പറയാം നമ്മൾ? ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല എന്ന ആൻസർ പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ പറയും. സോ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ്? ആണ്, അല്ല, അല്ലെങ്കിൽ അല്ല എന്ന ആൻസർ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ ഇംഗ്ലീഷിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയും. എന്താ പറയുക? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. സോ നമ്മളെ അടുത്തുള്ള ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ ഇപ്പം നമ്മൾ എന്താക്കി മാറ്റി? ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റി. അതിനും വലിയ ഇതൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടൊന്നുമില്ല അല്ലേ? അവൻ അത് തന്നെ വെച്ചിരിക്കുകയാണ്. സയൻസ് അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. പഠിക്കുകയാണ് എന്നുള്ളത് പഠിക്കുകയാണോ എന്നാക്കി എന്നുള്ളൂ അല്ലേ? ചെറിയൊരു മാറ്റം വരുത്തുമ്പോൾ അതെന്തായി? ക്വസ്റ്റ്യൻ ആയി മാറി അല്ലേ? ഇനി അത് ഈ പോസിറ്റീവ് സെൻറ്റൻസിനെയാണ് നമ്മൾ എന്താക്കി മാറ്റിയത്? ഈ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയത്. ഇനി ഈ നെഗറ്റീവ് സെൻറ്റൻസിനെയും ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെ? അവൻ സയൻസ് പഠിക്കുകയല്ല എന്നുള്ളതിനെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുക മലയാളത്തിൽ? അതിനെ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്കി മാറ്റാം. അവൻ സയൻസ് പഠിക്കുകയല്ലേ? അങ്ങനെ ചോദിക്കാറില്ലേ? അപ്പം നമ്മളൊരാളെ സയൻസ് പഠിക്കാൻ വേണ്ടി വിട്ടു, നമ്മുടെ മകൻ്റെ സയൻസ് പഠിക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പിന്നെ വൈഫിനോട് ചോദിക്കുന്നത് അല്ല അവൻ സയൻസ് പഠിക്കുന്നല്ലേ എന്ന് ചോദിക്കില്ലേ? അവൻ സയൻസ് പഠിക്കുകയല്ലേ അതോ വേറെ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന ഉദ്ദേശത്തിൽ ചോദിക്കില്ലേ? സോ അത് ഈ പഠിക്കുകയല്ല എന്ന നെഗറ്റീവ് സെൻറ്റൻസിനെയാണ് നമ്മളവിടെ എന്താക്കി മാറ്റുന്നത്? ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്. ഇവിടെയും ഇതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ്? ആണ് അല്ലെങ്കിൽ അല്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇതിനെയും നമുക്ക് എന്തെന്ന് തന്നെ വിളിക്കാം? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് വിളിക്കാം. എന്നാൽ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയതാണ്. ഇത് ഒരു പോസിറ്റീവ് സെൻറ്റൻസിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയതാണ്. സോ ഈ പോസിറ്റീവിനെ നമ്മൾ ആദ്യം നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി, എന്നിട്ട് ഈ പോസിറ്റീവ് സെൻറ്റൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി, നെഗറ്റീവ് സെൻറ്റൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാക്കുകയാണ് നമ്മൾ. അതെന്താണ്? അവൻ എന്ത് ചെയ്യുകയാണ്? അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവൻ എന്ത് ചെയ്യുകയാണ്? ഇതൊരു ചോദ്യമാണ് അല്ലേ? ഈ ചോദ്യത്തിന് നമുക്ക് ആണ് അല്ല എന്ന് ആൻസർ ചെയ്താൽ മതിയോ? അവൻ എന്ത് ചെയ്യുകയാണ്? ആണ്, അല്ല എന്ന് ആൻസർ ചെയ്താൽ മതിയോ? പോരാ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും ഒരു ആൻസർ തന്നെ പറയണം. അവൻ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ അവന് സയൻസ് പഠിക്കുകയാണ് അല്ലേ? സോ ഇത് ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കി. ഇനി അല്ലെങ്കിൽ അവൻ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത് എന്നും ചോദിക്കാം. അപ്പോൾ എന്ത് എന്നതിന് പകരം ഏത് എന്ന് ചോദിക്കാം. അവൻ ഏത് വിഷയമാണ് പഠിക്കുന്നത്?
അപ്പോഴും നമുക്ക് യെസ് അല്ലെങ്കിൽ നോ ഒന്നും ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ശരിക്കും ഒരു ആൻസർ പറയേണ്ടി വരും. അവൻ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? അവൻ സയൻസ് ആണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവൻ സയൻസ് പഠിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ആയിട്ട് ആര് വരും? ദാ ഇയാൾ വരും. സോ ഇത് ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലാത്ത ഒരു ചോദ്യം നമ്മളിപ്പോൾ ഉണ്ടാക്കി. ഈ ചോദ്യത്തിന് നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ WH ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ എളുപ്പത്തിൽ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്നും വിളിക്കും ഇതിനെ. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു ആൻസർ പറയേണ്ട ജാതിയിലുള്ള ക്വസ്റ്റ്യൻ എന്നർത്ഥം. നേരെ മറിച്ച് ഈ രണ്ട് ക്വസ്റ്റ്യനും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റ് ഉണ്ട്. യെസ് എന്നോ അല്ലെങ്കിൽ നോ എന്നോ ആൻസർ പറയാനുള്ളൂ, വേറെ ഒന്നും ആൻസർ ആയിട്ട് പറയാനില്ല. സോ ഇതൊരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നും ഇത്തരം ചോദ്യങ്ങളെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയാറുണ്ട്. എനിവേ, ഇപ്പം നിങ്ങൾ കണ്ടത് എന്താണ്? നമ്മൾ ഒരു സെൻറ്റൻസ് കിട്ടി, അവൻ സയൻസ് പഠിക്കുകയാണെന്ന സെൻറ്റൻസ് കിട്ടി. അതിനെ നമ്മൾ ഇതുപോലെ 4 രീതിയിലേക്ക് മാറ്റി. ഏതൊക്കെ രീതി? അവൻ സയൻസ് പഠിക്കുകയല്ല, അവൻ സയൻസ് പഠിക്കുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടാക്കി, അവൻ സയൻസ് പഠിക്കുകയല്ലേ എന്ന ചോദ്യം, അതായത് അല്ല എന്നതിനെ ചോദ്യമാക്കി മാറ്റി, അല്ലേ എന്ന്. പിന്നെ ഈ സെൻറ്റൻസ് ആൻസറായി കിട്ടുന്ന രൂപത്തിൽ അവൻ എന്ത് ചെയ്യുകയാണെന്നോ അവൻ ഏതാണ് പഠിക്കുന്നതെന്നോ എന്നൊക്കെ വെച്ചിട്ട് ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ അഥവാ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി, അല്ലേ? സോ ഇങ്ങനെ ഇതുപോലെ നമുക്ക് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇംഗ്ലീഷ് സെൻറ്റൻസിനെ തെറ്റുകൂടാതെ ഇതുപോലെയുള്ള 4 രൂപങ്ങളിലേക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നവരാണെങ്കിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും, വളരെ രസകരമായിരിക്കും, വളരെ യൂസ്ഫുള്ളും ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇതേ നമുക്ക് ഒരു മലയാളം സെൻറ്റൻസ് കൂടി നോക്കണോ? പണി നമുക്ക് ക്വിക്കായിട്ട് ഒരു സെൻറ്റൻസിനെയും കൂടി മലയാളത്തിൽ നിന്ന് മാറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ലോജിക്ക് ചില ആളുകൾക്ക് മനസ്സിലായി. ഇത്തരം ലോജിക്കൊക്കെ നമുക്ക് വേണം. ഒരു ലാംഗ്വേജ് സ്റ്റുഡൻ്റ് ആകുമ്പോൾ എന്താണ് ഈ ചെയ്യുന്നത്? നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഓരോ സെൻറ്റൻസിനെയും നമ്മൾ വാച്ച് ചെയ്യണം. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന ഈ സെൻറ്റൻസുകളൊക്കെ നമ്മളൊന്ന് വാച്ച് ചെയ്യണം. എന്താണ് അതിൻ്റെ ഘടന, എന്താ അതിൻ്റെ പ്രത്യേകത, ഇങ്ങനത്തെ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു നേച്ചർ വേണം നമുക്ക്. അപ്പോഴാണ് ഒരു ലാംഗ്വേജിനെ നമുക്ക് ടെക്നിക്കലി മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറൊരു സെൻസ്, അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു. ഇതാണ് സെൻറ്റൻസ് എന്ന് വിചാരിച്ചോ? യായിരുന്നു. ഇതെന്ത് സെൻറ്റൻസ് ആണ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഇറ്റ്സ് എ പോസിറ്റീവ് സെൻറ്റൻസ്, റൈറ്റ്? ഇനി നമ്മൾ ഇതിനെ എന്താക്കി മാറ്റും? ആദ്യം നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റും. അതെന്താണ്? നിഷേധം. അപ്പോൾ അതെന്തായിരിക്കും സെൻറ്റൻസ്? പറഞ്ഞു നോക്കൂ. അവർ ബിരിയാണി ഉണ്ടാക്കുക അല്ല എന്നല്ല. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൻ്റെ സ്ട്രക്ചർ മാറ്റാൻ പാടില്ല. അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ, ഇപ്പോൾ ഒരു വീട്ടിലാണ്, നമ്മുടെ അങ്കിളുടെ വീട്ടിലാണ്, ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു, അല്ലേ? കഴിഞ്ഞ ഒരു സംഭവത്തെ പറ്റി നമ്മൾ പറയുമ്പോഴാണ് അങ്ങനെ പറയാം, ചെയ്യുകയായിരുന്നു എന്ന് പറയാം, അല്ലേ? നമ്മൾ കണ്ടപ്പോൾ ആ സംഭവം നടക്കുകയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. സോ അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നെഗറ്റീവ് ഫോം എന്ത് തന്നെ വേണം? ആ ഒരു സ്ട്രക്ചറിൽ തന്നെ വേണം. അതെങ്ങനെയാണ് സ്ട്രക്ചർ മാറ്റാതെ പറയുക? അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ അമ്മ പറഞ്ഞു വിചാരിക്കും, നമ്മൾ നോക്കിക്കോളും അവിടെ ചെല്ലുമ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരിക്കും എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കും. നമ്മൾ തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ അവരപ്പോൾ കിടന്നുറങ്ങിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വന്നിട്ട് പറയുന്നത് അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നില്ല എന്ന് പറയില്ല, അല്ലെങ്കിൽ അവർ ബിരിയാണി ഉണ്ടാക്കുകയല്ലായിരുന്നു എന്നും പറയാം. സോ അങ്ങനെയൊക്കെയുള്ള നിഷേധേ പാടുള്ളൂ. എന്ത് ചെയ്യാൻ പാടില്ല? ഇതിൻ്റെ ഘടന മാറ്റാൻ പാടില്ല, സ്ട്രക്ചർ മാറ്റാൻ പാടില്ല. സോ അവർ ബിരിയാണി ഉണ്ടാക്കുകയല്ലായിരുന്നു എന്നാണ് ഇതിൻ്റെ നെഗറ്റീവ് ഫോം വരിക, അല്ലേ? ഇനി ഇത് വെച്ചിട്ട് ഒരു യെസ് ഓർ നോ, ഇത് വെച്ചിട്ട്, അതായത് ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ് വെച്ചിട്ട് ഉണ്ടാക്കുകയല്ലായിരുന്നു, അതാണ് നെഗറ്റീവ്. ഇനി ഇത് വെച്ചിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാക്കുക? അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നോ എന്ന് ചോദിക്കാം, അല്ലേ? അപ്പോൾ യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ പറയാം. ഇനി ഈ നെഗറ്റീവ് ഫോം വെച്ചിട്ട് അതിനെങ്ങനെയാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുക? അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് അല്ല അല്ലെങ്കിൽ ആയിരുന്നില്ല അല്ലെങ്കിൽ ആയിരുന്നു എന്ന ആൻസർ പറയാൻ പറ്റും, അല്ലേ?
സോ അതും ആയി. നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി, പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. ഇനി ഇതിൻ്റെ ഒരു ഓപ്പൺ എൻഡഡ്, അതായത് നമ്മുടെ WH ക്വസ്റ്റ്യൻ അതെന്തായിരിക്കും? അവർ എന്ത് ചെയ്യുകയായിരുന്നു? അവർ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു അല്ലേ? അല്ലെങ്കിൽ അവർ എന്തുണ്ടാക്കുകയായിരുന്നു? അവർ ബിരിയാണി ഉണ്ടാക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ. സോ ഈ ഒരു എക്സസൈസ് ഇപ്പോൾ നമ്മുടെ നോട്ട്സിൽ ഇതേപോലെ ഒരു 5-6 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും മലയാളത്തിൽ. അതിന് നിങ്ങൾ മലയാളത്തിൽ ഇതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ഒരു I think there is a set of 20 or 25 sentences that you have to convert into all these 4 different types. Okay, it's very easy. I will show you. ഇനി ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സെൻറ്റൻസ് കിട്ടിയാൽ അതിനെ ഇതുപോലെയുള്ള ചോദ്യമാക്കാനും 2 തരം ചോദ്യമാക്കാനൊക്കെ നമ്മൾ പഠിക്കുക. അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് സെൻറ്റൻസിനെയും ചോദ്യം ഉണ്ടാക്കാനോ ഒന്നും നമുക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് സെപ്പറേറ്റ് പഠിപ്പിക്കുന്നത്. അത്രേ ഉള്ളൂ ഇപ്പോൾ കാര്യം. മനസ്സിലായോ? ഇനി നമ്മൾ ഇതിനെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഒരു സെൻറ്റൻസ് എഴുതാം. ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. സോ ഈ സെൻറ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് അല്ലേ? ദിസ് ഈസ് എ പോസിറ്റീവ് സെൻറ്റൻസ്. ഇനി നമ്മൾ ഇതിനെന്താക്കണം? ആദ്യം നെഗറ്റീവ് ആക്കണം. സോ ഒരു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ കോമൺ സ്ട്രക്ചർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൽ എന്തൊക്കെയാണ് ഉണ്ടാവും, അത് ഏത് ഓർഡറിലാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലെങ്ത് ഉള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ വന്നാൽ അതിനെ ഇംഗ്ലീഷിലേക്കാക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. സോ അതിനെന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ഒരു സാധാരണ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. അതെന്തായിരിക്കും? ഒരു സാധാരണ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് സബ്ജക്റ്റാണ്. എന്താ കൊടുക്കേണ്ടത്? സബ്ജക്റ്റ്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഓരോ ദിവസവും ഓരോന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? സബ്ജക്റ്റ്. പിന്നെ കൊടുക്കേണ്ടത് ഓക്സിലറി വേർബാണ്. പിന്നെ കൊടുക്കേണ്ടത് മെയിൻ വേർബാണ്. ഇതൊക്കെ നമ്മുടെ നോട്ട്സിലുണ്ട്. മെയിൻ വേർബാണ്. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം അതിനെല്ലാം കൂടി നമുക്ക് ഒബ്ജക്റ്റ് എന്നോ പ്രെഡിക്കേറ്റ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ വിളിക്കാം. ഇത് ഈ ഓർഡറിലാണ് വേണ്ടത്. സബ്ജക്റ്റ്, ഓക്സിലറി വേർബ്, മെയിൻ വേർബ്, പിന്നെ ബാക്കി ഭാഗം ഒബ്ജക്റ്റ്. അങ്ങനെയാണ്. അപ്പോൾ ഇത് നോക്കൂ. ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. സോ ഇതിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? അയാൾ. സോ ഇവിടെ റീഡിങ് എന്നുള്ളതാണ് പ്രവൃത്തി. അത് ചെയ്യുന്നത് ആരാണ്? ഹീ ആണ്, അവനാണ്. സോ അതുകൊണ്ട് സബ്ജക്റ്റാണ് ആദ്യം വെച്ചിട്ടുള്ളത്. നോക്കൂ, സബ്ജക്റ്റ്. പിന്നെ ഓക്സിലറി വേർബ് ഈസാണ് വെച്ചിട്ടുള്ളത് അല്ലേ? ഈസ് ഒരു ഓക്സിലറി വേർബാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്സിലറി വേർബിനെ പറ്റിയിട്ട്. അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ്, അതാണ് ഇത്. ഇതാണ് മെയിൻ വെർബ്, അതായത് റീഡിങ്. പിന്നെ എന്താണ് വായിക്കുന്നത്, ഏതാണ് വായിക്കുന്നത് എല്ലാം കൂടി ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഇപ്പോൾ നേരത്തെ ആ സെൻറ്റൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നാളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അതായത് നാളെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കാൻ അമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തീർത്തിട്ടുണ്ട്. ഇനി അതിന് ഇംഗ്ലീഷിലേക്കാക്കുമ്പോൾ നിങ്ങൾ എവിടുന്ന് തുടങ്ങും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടെ പ്രവർത്തനം? അതായത് അമ്മ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഞാൻ ചെയ്തിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്, ഞാൻ തീർത്തിട്ടുണ്ട് എന്നല്ലേ പറയുന്നത്. സോ അവിടെ ചെയ്യുന്ന ആളാരാണ്? ഞാനാണ്. അപ്പോൾ സബ്ജക്റ്റ് ഞാനാണ്. സോ എവിടുന്ന് തുടങ്ങണം? ഐ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം. കണ്ടോ? ആ മലയാളം സെൻറ്റൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഞാൻ തീർത്തിട്ടുണ്ട് എന്നുള്ള ഭാഗം ഏറ്റവും അവസാനത്ത്. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ പോകണം. അങ്ങനെ പോയി അവസാനത്തിലായിരിക്കും ഞാൻ തീർത്തിട്ടുണ്ട്. ഞാനൊക്കെ അവസാനമായിരിക്കും വരുന്നത്. അവനെന്ത് ചെയ്യുക? അവിടുന്ന് നേരെ വലിച്ചിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരിക. കാരണം മലയാളത്തിൻ്റെ സ്ട്രക്ചറും ഇംഗ്ലീഷിൻ്റെ സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസമാണത്. അപ്പോൾ സബ്ജക്റ്റിന് കിട്ടി. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആരാണ്, എന്താണ് അവിടുത്തെ പ്രവർത്തനം, അത് ചെയ്യുന്നത് ആരാണെന്ന് നോക്കുക. അയാൾ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തീർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് പറയാമെന്നുള്ളത് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. ഇത് മുഴുവൻ കൂടി നമുക്ക് ഇപ്പോൾ ആക്കാൻ കഴിയില്ല, കാരണം പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നാലും ഞാനൊരു ലോജിക്ക് പറയുകയാണ്. പിന്നെ തീർത്തിട്ടുണ്ട്, ഒരു കാര്യം തീർത്തിട്ടുണ്ട് എന്ന് എങ്ങനെ പറയാമെന്നുള്ളത്, അതിനുള്ള ഓക്സിലറി വേർബും വേർബിൻ്റെ കോമ്പിനേഷൻ നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ. സോ അത് പഠിച്ചു കഴിഞ്ഞാൽ അതറിയുന്ന ആൾക്ക് അപ്പോൾ ഐ, പിന്നെ ആ സംഭവം,
പിന്നെ ബാക്കിയുള്ളത് ആ രീതിയിൽ. അപ്പോൾ സബ്ജക്റ്റ്, ഓക്സിലറി വേർബ്, മെയിൻ വേർബ്, പിന്നെ ഒബ്ജക്റ്റ്, ആ രീതിയിലാണ് എത്ര കുഴഞ്ഞു മറിഞ്ഞ സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ അതിനാക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ അതിനാണ് ആ സ്ട്രക്ചർ പഠിച്ചു വെക്കണം എന്ന് പറയുന്നത്. നമുക്കത് പല സ്ഥലത്തും ഉപകാരപ്പെടും. എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ നിൽക്കുമ്പോൾ നേരെ നോക്കുക ആരാ ചെയ്യുന്നതെന്ന്, അവനെ കൊടുന്ന് ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് ആ പർട്ടിക്കുലർ ആക്ഷൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നോക്കുക. വേർബ്, അതായത് ചെയ്യുകയാണ് എന്നാണോ, ചെയ്തിട്ടുണ്ട് എന്നാണോ, ചെയ്യുകയായിരിക്കും എന്നാണോ പറഞ്ഞിട്ടുള്ളത് നോക്കുക. ആ ആശയം കിട്ടാൻ ഏത് ഓക്സിലറി ആൻഡ് വേർബ് കോമ്പിനേഷനാണ് വേണ്ടതെന്ന് നോക്കുക. അതൊക്കെ നമ്മൾ പഠിക്കും. അതൊക്കെ പഠിച്ച് എക്സസൈസുകൾ ചെയ്യും. അതൊക്കെ നമുക്ക് ശരിയായി വരും. ഓക്കെ, ഒന്നും പേടിക്കണ്ട. സോ ഇത് നമ്മളിങ്ങനെ ചെയ്തു. അപ്പോൾ ഇത് നമുക്ക് എന്താ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെൻറ്റൻസ് കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്താക്കണം? അടുത്ത സ്റ്റേജ് നമ്മളുടെ എന്താണ്? നെഗറ്റീവ് സെൻറ്റൻസ് ഫോം ചെയ്യലാണ് അല്ലേ? അതെങ്ങനെയാണ്? അപ്പം മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് നെഗറ്റീവ് ആക്കിയത്? ചെയ്യുകയാണ്. അപ്പോൾ അവൻ കുടിക്കുകയാണ് എന്ന വേർബിൻ്റെ നെഗറ്റീവ് മലയാളത്തിൽ എന്താണ്? കുടിക്കുകയല്ല എന്നാണ് അല്ലേ? സോ ആ യാണ് എന്നുള്ളിടത്ത് ആ വേർബിനെ നമ്മൾ വേറൊരു ഇതിലേക്ക് മാറ്റുകയാണ് കുടിക്കുകയല്ല എന്നാക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവൻ ഉറങ്ങുകയാണ്, അതിൻ്റെ നെഗറ്റീവ് ഉറങ്ങുകയല്ല. സോ ആ വേർബും വേണം നമ്മൾ എന്ത് ചെയ്യുന്നത്? മാറ്റം വരുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ പിന്നെ നെഗറ്റീവ് ഫോം ചെയ്യുന്നത് ഇപ്പോൾ ഇതിപ്പോൾ റീഡിംഗ് ആണ് ഇവിടുത്തെ വേർബ് അല്ലേ? ഈ വേർബിന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടല്ല എന്ത് ചെയ്യുക? നെഗറ്റീവ് ഫോം ചെയ്യും. ഇപ്പം മലയാളത്തിൽ കുടിക്കുകയാണ് എന്നതിനെ നെഗറ്റീവ് ആക്കാൻ നമ്മൾ കുടിക്കുകയല്ല, ആ വേർബിനെയാണ് മാറ്റം വരുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ വേർബിനെ അല്ല മാറ്റം വരുത്തുക, ഏതിനെയാണ് മാറ്റം വരുത്തുക? ഈ ഓക്സിലറി വേർബിനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെന്താ പറഞ്ഞത്? നമുക്ക് എന്തേ ഉള്ളൂ? അല്ല എന്ന് ചേർക്കാനാണുള്ളൂ. അല്ല അല്ലെങ്കിൽ ഇല്ല. ഇതിനൊക്കെ മലയാളത്തിൽ എന്താ ഇംഗ്ലീഷിൽ എന്താ പറയുക? നോട്ട് എന്നാണ് പറയുക അല്ലേ? നോട്ട്, ഇല്ല, അല്ല എന്നൊക്കെ. പക്ഷെ ആ നോട്ട് എവിടെ ചേർക്കേണ്ടത്? വേർബിൻ്റെ കൂടെ. ഹീ ഈസ് റീഡിങ് നോട്ട് എന്നല്ല ചേർക്കേണ്ടത്, ഈസിൻ്റെ കൂടെയാണ്. അതായത് ആ സെൻറ്റൻസിലെ ഓക്സിലറി വേർബിൻ്റെ കൂടെയാണ് നമ്മൾ ഏത് നെഗറ്റീവ് ആക്കാനുള്ള നോട്ട് ചേർക്കേണ്ടത്. മലയാളത്തിൽ നമ്മൾ വേർബിൻ്റെ കൂടെ ചേർക്കും, ഇംഗ്ലീഷിൽ നമ്മൾ ഓക്സിലറി വേർബിൻ്റെ കൂടെ ചേർക്കും. അപ്പോൾ എന്താവും? ഹി ഈസ് നോട്ട് എന്നുള്ളതിനെ നമ്മൾ ചുരുക്കിയിട്ട് ഹി ഈസിൻറ്റ് എന്ന് പറയും. നോട്ട് തന്നെ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പോൾ ഹി ഈസ് നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ. അപ്പോൾ എന്തായി? നമുക്ക് എന്ത് കിട്ടി? നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് കിട്ടി. അപ്പോൾ ഹി ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, അതിനെ നെഗറ്റീവ് ആക്കുമ്പോൾ ഹി ഈസ് നോട്ട് റീഡിങ് ന്യൂസ് പേപ്പർ, അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയല്ല. ഇനി നമ്മൾ എന്താ അടുത്ത ആ എക്സസൈസിൽ പിന്നെ ചെയ്തത് എന്താണ്? ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റി അല്ലേ? അപ്പോൾ ഇതിലിപ്പോൾ അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണ് എന്നുള്ളതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്താണ് ആക്കേണ്ടത്? അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണോ? ഓക്കെ. അപ്പോൾ ഇനി അത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അറിയണം. യെസ് ഓർ നോ ക്വസ്റ്റ്യനും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതെന്താണ് സ്ട്രക്ചർ? ആദ്യം വെക്കേണ്ടത് ഓക്സിലറിയാണ്. ആദ്യം വെക്കേണ്ടത് ഓക്സിലറി വേർബ്, പിന്നെ വെക്കേണ്ടത് സബ്ജക്റ്റ്, പിന്നെ വെക്കേണ്ടത് മെയിൻ വേർബ്. ശരി ശ്രദ്ധിച്ചോ? പിന്നെ ബാക്കി ഒബ്ജക്റ്റ്. ഈ സ്ട്രക്ചറിലാണ് എന്തുണ്ടാക്കുക? നമ്മുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. അപ്പോൾ ഇനി ഇതിനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ എന്താണ്? ഈ സ്ട്രക്ചറിൽ കണ്ടു വെച്ചാൽ മതി. ഏതാണ് ഇവിടുത്തെ ഓക്സിലറി? ഈസ് ആണ്. സോ അത് ആദ്യം വെച്ചു. പിന്നെ സബ്ജക്റ്റ് ഏതാണ്? ഹീ ആണ്. അത് രണ്ടാമത് വെച്ചു. മെയിൻ വേർബ് ഏതാണ്? റീഡിംഗ് ആണ്. അത് മൂന്നാമത് വെച്ചു. ഒബ്ജക്റ്റ് ഏതാണ്? ന്യൂസ് പേപ്പർ ആണ്. അത് നാലാമത് വെച്ചു. പ്രശ്നം തീർന്നു. കണ്ടോ? ഇസ് ഹീ റീഡിംഗ് ന്യൂസ് പേപ്പർ? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ഇപ്പം ഇതെന്തായി? അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണോ എന്നായി. മനസ്സിലായോ? അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണോ എന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയി. സോ നമ്മൾ ഇതേതാണ്? പോസിറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിനെയാണ് മാറ്റിയത് അല്ലേ? ഇനി ഇതേപോലെ ഈ നെഗറ്റീവ് സെൻറ്റൻസിനെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കുക. അതിനും ഇതേ സ്ട്രക്ചറാണ്. അപ്പോൾ എന്താ സ്ട്രക്ചർ? ഓക്സിലറി വെർബ്. ഇവിടെ പക്ഷേ ഓക്സിലറി വെർബിൻ്റെ നെഗറ്റീവ് ഫോമാണ് ഉള്ളത്. അതങ്ങനെ തന്നെ ഓക്സിലറി വെർബ് കൊണ്ട് പോരുമ്പോൾ അതിൻ്റെ കൂടെ ആ നെഗറ്റീവ് കൊണ്ട് പോന്നോട്ടെ. സോ isn't
പിന്നെ സബ്ജക്റ്റ് ഹീ, പിന്നെ മെയിൻ വേർബ് റീഡിങ്. ഈസ്ന്റ് ഹി റീഡിങ് ന്യൂസ് പേപ്പർ? എന്താണ് ചോദ്യം? എന്താണ്? അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയല്ലേ? ഇതെന്താണ്? അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണോ? രണ്ടും യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. രണ്ടിൻ്റെയും സ്ട്രക്ചർ ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ 1, 2, 3 ഈ സെൻറ്റൻസ് കിട്ടിയപ്പോൾ അതിനെ 3 ഫോമിലേക്ക് മാറ്റി. ഇനി നമ്മൾ ഒരു ഫോം കൂടി പഠിക്കാനുണ്ട്. അതെന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച WH ക്വസ്റ്റ്യൻ. ഇതിന് ഈ WH ക്വസ്റ്റ്യൻ എന്ന് പറയാൻ കാരണം എന്താണ്? അതിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവും. എന്താ ക്വസ്റ്റ്യൻ വേർഡ്? എന്ത്, എപ്പോൾ, എങ്ങനെ, എന്തിന്, എവിടെ വെച്ച്, എത്ര സമയം, എത്ര ദൂരം, ഇങ്ങനെയൊക്കെ ഉള്ള എന്തിനു വേണ്ടി എന്നൊക്കെയുള്ള എന്ത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻ വേർഡിന്, അതായത് വൈ, വെൻ, വാട്ട്, വിച്ച്, വാട്ട് ടൈം, അല്ലെങ്കിൽ ഹൗ ഫാർ, അല്ലെങ്കിൽ ഹൗ മെനി, ഹൗ മച്ച് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാവും. ഇതിലൊന്നും എന്തില്ല, ക്വസ്റ്റ്യൻ വേർഡ്സ് ഇല്ല. നമ്മൾ ജസ്റ്റ് ഇതിലുള്ള സംഭവങ്ങളുടെ ഓർഡർ മാറ്റി ഇടുമ്പോൾ തന്നെ അത് ക്വസ്റ്റ്യൻ ആവുന്നുണ്ട്. പക്ഷെ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് ആവുക. ആണ്, അല്ല, ആണോ, അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ആവുക. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുമ്പോൾ അതെന്താവും? ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, ഒരു ആൻസർ പറയേണ്ട ക്വസ്റ്റ്യൻ ആവും. സോ ഇവിടെ എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഏത് ക്വസ്റ്റ്യന്? ഇതിപ്പോൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചറാണ് ഈ എഴുതിയിട്ടുള്ളത്. എന്ത്? ഓക്സിലറി ഫസ്റ്റ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഇനി മറ്റേ ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്താണ്? ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഈ ഓർഡർ പഠിക്കുന്നത് എന്തിനാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യുക? ഇതേപോലെ സ്ട്രക്ചറിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിലുള്ള ക്വസ്റ്റ്യനിൽ ഇങ്ങനെ നോക്കിയാൽ എന്താണെന്നാണോ, എപ്പോഴാണെന്നാണോ, എങ്ങനെയാണെന്നാണോ, എന്തിനാണെന്നാണോ ആക്ച്വലി നമ്മൾ ചോദിക്കുന്ന സംഭവം. കുറേ സംഭവം ഉണ്ടെങ്കിലും അവസാനം നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കുക. അത് എന്താണെന്നാണെങ്കിൽ വാട്ട് എന്ന് ആദ്യം പറയുക, എങ്ങനെയാണെന്നാണെങ്കിൽ ഹൗ എന്ന് ആദ്യം പറയുക. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അതിനാണ് ഈ സ്ട്രക്ചർ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഹീ ഈസ് റീഡിങ്. അപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അവൻ എന്താണ് വായിക്കുന്നത് എന്ന് ചോദിക്കാം. അവൻ എന്താണ് വായിക്കുന്നത്? സോ എന്ത് എന്നതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ആദ്യം വെക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് ആണെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണെന്ന് തീരുമാനിക്കാം. ഇവിടെ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. സോ വാട്ട്. പിന്നെ ഓക്സിലറി വേർബ് ഈസ്, അതവിടെ തന്നെ ഉണ്ട്. പിന്നെ സബ്ജക്റ്റ് ഹീ, പിന്നെ മെയിൻ വേർബ് റീഡിങ്. ഒബ്ജക്റ്റ് ഇല്ല കേട്ടോ. ഒബ്ജക്റ്റ് ആണ് നമ്മുടെ ആൻസർ. സോറി ഗൈസ്. അപ്പോൾ ഇതാണ് ചോദ്യം. വാട്ട് ഈസ് ഹീ റീഡിങ്? അവന് എന്താണ് വായിക്കുന്നത്? വാട്ട് ഈസ് ഹീ റീഡിങ്? അവൻ എന്താണ് വായിക്കുന്നത്? ഒബ്ജക്റ്റ് കൊടുക്കരുതേ, അത് ഞാൻ അറിയാതെ എഴുതി പോയതാണ്. സോ ഇപ്പം നമ്മളവിടെ ഒബ്ജക്റ്റ് കൊടുത്താൽ പിന്നെ എന്താ അർത്ഥം? വാട്ട് ഈസ് ഹീ റീഡിങ് ന്യൂസ് പേപ്പർ എന്നുകൊണ്ട് കാര്യമില്ലല്ലോ. സോ അവൻ എന്താണ് വായിക്കുന്നത്? അതിൻ്റെ ആൻസർ ആണ് ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ, അല്ലേ? നോക്കൂ, ഇതിനെ നേരെ സ്ട്രക്ചർ മാറ്റിയതാണ്. കാരണം എന്താ? അവൻ ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്ന് പറയുമ്പോൾ അതൊരു സാധാരണ സെൻറ്റൻസ് ആണ്. അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ്, ഓക്സിലറി വേർബ്, മെയിൻ വേർബ്, ഒബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ പറയുമ്പോൾ സബ്ജക്റ്റ് ആദ്യം പറഞ്ഞു, പിന്നെ ഓക്സിലറി വേർബ് പറഞ്ഞു, പിന്നെ മെയിൻ വേർബ് പറഞ്ഞു. സോ ഹീ ഈസ് റീഡിങ് ന്യൂസ് പേപ്പർ. എന്നാൽ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് പറഞ്ഞു, പിന്നെ ഓക്സിലറി വേർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ. മനസ്സിലായല്ലോ? സോ ഇതുപോലെ ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് ഏത് സ്ട്രക്ചറിലെങ്കിലും ആയിക്കോട്ടെ, ഇതിൻ്റെ മീനിങ് എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും നിങ്ങളിപ്പോൾ ആലോചിക്കണ്ട. ഇവിടെ ഈസ് വന്നാൽ എന്താണ്, വിൽ ബി വന്നാൽ എന്താണ്, അല്ലെങ്കിൽ ഹാഡ് വന്നാൽ എന്താവും എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളിപ്പോൾ എന്ത് ചിന്തിക്കുക? ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ ഇതിനെ ഇതുപോലെയുള്ള സ്ട്രക്ചറുകളിലേക്ക് മാറ്റാൻ പഠിക്കുക. ഈ സ്ട്രക്ചറുകൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളും കൂടി ചെയ്ത് നിങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ പിന്നെ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് ആവശ്യമുള്ളൊരു സെൻറ്റൻസ് എടുക്കുന്നു, അതിനെ കൃത്യമായി ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ
ഏത് ഓക്സിലറി വേർബ് ആൻഡ് വേർബ് കോമ്പിനേഷൻ ഉപയോഗിക്കണം എന്ന് പഠിക്കുന്നു. ഇതാണ് ഇനി നമ്മുടെ മെയിൻ പരിപാടി. സോ അങ്ങനെ അത് പഠിച്ച ഒരു സ്ട്രക്ചറിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പിന്നെ ഇതുപോലെയൊക്കെ ആക്കി മാറ്റാൻ ഇനി രണ്ടാമതൊരു ക്ലാസ് എടുക്കലുണ്ടാവില്ല. ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നിങ്ങൾ ഇതുപോലെ സ്വന്തമായിട്ട് മാറ്റി അങ്ങോട്ട് മാറ്റിയിട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടും ക്വസ്റ്റ്യൻ ആക്കിയിട്ടും നെഗറ്റീവ് ആക്കിയിട്ടും നെഗറ്റീവ് സെൻറ്റൻസിനെ പോസിറ്റീവ് ആക്കിയിട്ടും സാധാ യെസ് ഓർ നോ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടൊക്കെ നിങ്ങൾ പിന്നെ കളിച്ചോളണം സ്വന്തമായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരു എക്സാമ്പിളും കൂടി കാണിക്കാം. അതിൽ വേറൊരു ഇതിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തത ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഓക്സിലറി വേർബ് ചില വേർബുകളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഒളിഞ്ഞു കിടക്കുന്നത് അത്തരം വേർബുകൾ പഠിക്കുന്നത് എന്തിനാണ്, അതിനെ പുറത്തേക്ക് എടുത്ത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പഠിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കുമ്പോഴേക്കും ഇത് ആവശ്യം വരുന്നത്. അതാണ് കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ. ഹീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഇതെന്താണ്? ഒരു നോർമൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആണ്. ഹീ ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അവൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിനാണ്, അല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പോവാറ് ബസ്സിനാണ് എന്നർത്ഥം. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇനി ഇതിനെ നമ്മൾ നെഗറ്റീവ് ആക്കാൻ പോവാണ്. അതായത് അവൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിനല്ല, അല്ലെങ്കിൽ അവൻ ബസ്സിന് സ്കൂളിൽ പോവാറില്ല എന്ന രീതിയിൽ, അല്ല ഇല്ല എന്ന രീതിയിൽ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ പോവാണ്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു നേരത്തെ, നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ ഏതിൻ്റെ നെഗറ്റീവ് ഫോമാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഓക്സിലറി വേർബിൻ്റെ നെഗറ്റീവ് ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ ഗോസ് എന്നുള്ളതിനെ ഗോസ് നോട്ട് എന്നാക്കിയാൽ നെഗറ്റീവ് ആവില്ല. ഓക്സിലറി വേർബിനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് പറയുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്ത് കാണാനില്ല? ഹീ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഗോസ് എന്ന് പറയുന്നത് ആ വേർബിൻ്റെ ബേസ് ഫോമാണ്, എസ് ഉള്ള ബേസ് ഫോമാണ്. ടു ഒരു പ്രപ്പോസിഷനാണ് നമ്മളന്ന് പഠിച്ച്. പിന്നെ സ്കൂൾ ബൈ ബസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. സോ ഇതിൽ നമ്മൾ പഠിച്ച ഓക്സിലറി വേർബ് കാണാനില്ല. ഇവിടെയാണ് നമ്മൾ അന്ന് പഠിച്ച, അതിൻ്റെ ശേഷം പഠിച്ച ഇതുപോലെയുള്ള എസ് ഫോമിൻ്റെയും ബേസ് ഫോമിൻ്റെയും ഫാസ്റ്റ് ഫോമിൻ്റെയും ഒക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി വേർബ്സിനെ കണ്ടെത്താനുള്ള ടെക്നിക്ക് ഞാൻ പഠിപ്പിച്ചത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഇവിടെ എവിടെയാണ് ഓക്സിലറി വേർബ് ഉള്ളത്? ഗോസ് എന്ന് പറയുന്ന വേർബിനകത്താണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഏത് ഓക്സിലറി ആണുള്ളത്? ഈ എസ് കണ്ടാൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആരാണുള്ളത്? ഡസ് ആണുള്ളത്. ഈ ഡസ് എന്നുള്ളതിനെ നമ്മൾ വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതെന്താണ്? ഗോസ് അല്ല, ഗോ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഡസ് പ്ലസ് ഗോ ആണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി ആണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുക. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സബ്ജക്റ്റ് എഴുതി. ഇനി നമ്മൾ ഓക്സിലറി വേർബിൻ്റെ നെഗറ്റീവ് ആണ് എഴുതുക. അപ്പോൾ എന്താണ്? ഡസ് നോട്ട് അല്ലെങ്കിൽ ഡസൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ സബ്ജക്റ്റായി ഓക്സിലറി വേർബായി. ഇനി മെയിൻ വേർബ് എന്താണ്? ഈ ഡസിൻ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഗോസ് എന്ന് എഴുതാൻ പാടില്ല, പിന്നെ ഗോ എന്ന് എഴുതാൻ പാടുള്ളൂ. അതാണ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഞാൻ ആദ്യം പഠിപ്പിച്ചത്. സോ ഹി ഡസിൻറ്റ് ഗോ ടു സ്കൂൾ ബൈ ബസ്. അവൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിനല്ല, അല്ലെങ്കിൽ അവൻ സ്കൂളിലേക്ക് ബസ്സിന് പോകാറില്ല എന്നർത്ഥം. മനസ്സിലായല്ലോ നെഗറ്റീവ്? സോ ചില ഘട്ടങ്ങളിൽ ഓക്സിലറി വേർബ് പുറത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മെയിൻ വേർബിനകത്ത് ഉള്ള ഓക്സിലറി വേർബിനെ എടുത്ത് അതിനെ നെഗറ്റീവ് ആക്കിയിട്ട് വേണം എഴുതാൻ. ഇനി നെക്സ്റ്റ് വൺ. സോ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കി. ഇനി നമ്മൾ രണ്ട് ടൈപ്പ് യെസ് ഓർ നോ സെൻറ്റൻസ് ഉണ്ടാക്കും. രണ്ടിനും ഒരേ സ്ട്രക്ചറാണ്. ഓക്സിലറി വേർബാണ് ആദ്യം വരേണ്ടത്. സോ ഇതിനെ ഈ പോസിറ്റീവ് സെൻറ്റൻസിനെ നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റൻ ആക്കുമ്പോൾ സെയിം സ്ട്രക്ചറിന് ഓക്സിലറി വേർബ് എന്താണ്? ഇതിലുള്ള ഓക്സിലറി വേർബ് എന്താണ്? ഡസ് എന്നാണ്. ഡസ്, പിന്നെ സബ്ജക്റ്റ് ഹി, പിന്നെ മെയിൻ വേർബ് ഗോ. ഡസ് ഹി ഗോ, പിന്നെ ബാക്കി ഭാഗം ടു സ്കൂൾ ബൈ ബസ്, അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ ബസ്? അവൻ സ്കൂളിലേക്ക് ഇതിൻ്റെ മീനിങ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ആ സ്ട്രക്ചർ ഉള്ളിൽ വേണം. അവൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിനാണോ, അല്ലെങ്കിൽ അവൻ ബസ്സിനാണോ സ്കൂളിൽ പോകാറ്? ഒരു സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യത്തെ പറ്റി ചോദിക്കുകയാണ്. സോ ഡസ് ഹി ഗോ ടു സ്കൂൾ ബൈ ബസ്. ഇനി ഇതിൻ്റെ ഈ നെഗറ്റീവ്, അതായത് അവൻ ബസ്സിനല്ല പോവാറ് എന്നുള്ളതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റൻ എന്താ വരിക? അവൻ ബസ്സിനല്ലേ പോകാറ് എന്ന് ചോദിക്കാമല്ലോ.
അപ്പോൾ അതിന് ഈ നെഗറ്റീവ് ഓക്സിലറി ആദ്യം എഴുതാം, ഡസൻറ്റ്. നോക്കൂ നിങ്ങൾ, എത്ര ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് പുറത്തേക്ക് വരുന്നത് അല്ലേ. ഡസൻറ്റ് ഇതിങ്ങനെ തന്നെ പഠിക്കണം നിങ്ങൾ. ഇതിന് എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഇത് ഇങ്ങനെ ചെയ്ത് പഠിച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് ആളുകൾ ഇത് ഉപയോഗിക്കുന്നത്. അല്ലാണ്ട് ഇതിനൊന്നും ഷോർട്ട് കട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകണില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഒരു കുന്തം അറിയുണ്ടാവില്ല. സോ ഡസൻറ്റ് ഹി ഗോ ടു സ്കൂൾ ബൈ ബസ്. എന്താ അതിൻ്റെ അർത്ഥം വരിക? അവൻ ബസ്സിനല്ലേ സ്കൂളിൽ പോവാറ്. ഇങ്ങനെ രണ്ട് ടൈപ്പ്, രണ്ടിൻ്റെ സ്ട്രക്ചർ ഒന്ന് തന്നെയാണ്. ഒന്നിൽ നമ്മൾ പോസിറ്റീവ് ഓക്സിലറിയാണ്, ഒന്ന് അതിൻ്റെ നെഗറ്റീവ് ഫോമിൽ നിന്ന് വന്നുകൊണ്ട് നെഗറ്റീവ് ഓക്സിലറിയാണ്. അതിനുള്ള ഇനി ഇത് വെച്ച് ഇത് ആൻസർ വരുന്ന രീതിയിലൊരു WH ക്വസ്റ്റ്യനും കൂടി ഉണ്ടാക്കണം. അതേതാണ്? ഇപ്പോൾ അവൻ ബസ്സിനാണ് സ്കൂളിൽ പോവാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെ ആൻസറായി കിട്ടുന്ന രീതിയിൽ ഒരു WH ക്വസ്റ്റ്യൻ എന്തായിരിക്കും? അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോവാറ് അല്ലേ. അവൻ എങ്ങനെയാണ് സ്കൂളിൽ പോവാറ്? അവൻ ബസ്സിനാണ് സ്കൂളിൽ പോവാറ്. സോ എങ്ങനെയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്. ഹൗ. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്? ഹൗ. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഓക്സിലറി വെർബ് ഏതാണ്? ഡസ് ആണ് ഓക്സിലറി വെർബ്, നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് സബ്ജക്റ്റ് ഹി, പിന്നെ മെയിൻ വെർബ് ഗോ, പിന്നെ ടു സ്കൂൾ എന്ന് നമുക്ക് ചേർക്കാം. ഇവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, ബസ്സും ഉണ്ട് ടു സ്കൂളും ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടു സ്കൂൾ ഒന്നുകിൽ ഹൗ ഡസ് ഹി ഗോ എന്ന് ചോദിച്ചാലും മതി. ഹൗ ഡസ് ഹി ഗോ അല്ലെങ്കിൽ ഹൗ ഡസ് ഹി ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് എങ്ങനെയാണ് പോവാറ്? ഹി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. അവൻ സ്കൂളിലേക്ക് പോകുന്നത് ബസ്സിലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഇതിപ്പോൾ ദേ ഹി ആയതുകൊണ്ട് ഗോസ് വന്നു. ദേ ആണെങ്കിലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലൂറൽ ആവുമ്പോൾ എസ് ഇല്ലാത്ത ഫോം വരും. ദേ ഗോ ടു സ്കൂൾ ബൈ ബസ്. അപ്പോൾ ഇവിടെ ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഈ ഗോ സ്പ്ലിറ്റ് ചെയ്യണം. ഗോ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് അല്ല ഡു പ്ലസ് ഗോ ആണ്. അപ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ ദേ ഡൂവിൻ്റെ നെഗറ്റീവ് അതായത് ഡോണ്ട്. ദേ ഡോണ്ട് ഗോ ടു സ്കൂൾ ബൈ ബസ് എന്നാണ് വരിക. ഓക്കെ. അല്ലെങ്കിൽ ഇതുപോലെ പറയുമ്പോൾ ഡോണ്ട് ദേ ഗോ ടു സ്കൂൾ എന്നാണ് വരിക. അല്ലെങ്കിൽ ഹൗ ഡു ദേ ഗോ ടു സ്കൂൾ എന്നാണ് വരിക. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, ഞാൻ ജസ്റ്റ് ഇവനെ പറഞ്ഞിടുന്നു എന്നുള്ളൂ. ഇനി ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പോൾ ദേ വെന്റ് ടു മുംബൈ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. ഇതിനെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയും ഓക്സിലറി വേർബ് പുറത്തില്ല, പക്ഷേ പാസ്റ്റ് ഫോം ഇവിടെ ഉണ്ട്, വെന്റ് അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് ഫോമിൻ്റെ ഉള്ളൊരു ഓക്സിലറി വേർബ് ഒളിഞ്ഞിരിക്കേണ്ടത് ആരാണ്? വെരി ഗുഡ്, ഡിഡ്. ആരാണുള്ളത്? ഡിഡ്. അപ്പോൾ ഈ ഡിഡ് പ്ലസ് ഗോ ആണ് ഇത് വെന്റ്. അപ്പോൾ ഇനി നമുക്ക് നെഗറ്റീവ് ആക്കാമല്ലോ. എന്ത്? ഈ ഡിഡിൻ്റെ നെഗറ്റീവ് ഉപയോഗിക്കുക, അതായത് ഡിഡ് നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് എന്നൊക്കെ പറയുന്ന സാധനം ഉപയോഗിക്കുക. സോ ദേ വെന്റ് ടു മുംബൈ യെസ്റ്റർഡേ. അവർ ഇന്നലെ മുംബൈയിലേക്ക് പോയി. ഇനി അവർ ഇന്നലെ മുംബൈയിലേക്ക് പോയില്ല എന്ന് പറയണമെങ്കിൽ ദേ ഡിഡ് നോട്ട് ഗോ ടു മുംബൈ യെസ്റ്റർഡേ. ലോജിക്ക് പിടുത്തം കിട്ടിയോ? പിന്നെ അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡിഡ് ദേ ഗോ ടു മുംബൈ എന്നാക്കാം, അല്ലെങ്കിൽ ഡിഡിൻ ദേ ഗോ ടു മുംബൈ, ഇന്നലെ അവർ മുംബൈക്ക് പോയില്ലേ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇന്നലെ അവർ എങ്ങോട്ടാണ് പോയത്? വേർ ഡിഡ് ദേ ഗോ എന്ന് ചോദിക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് നമ്മുടെ നോട്ട്സിൽ ഒരു 20-25 പിന്നെ സെൻറ്റൻസുകൾ മിക്സ്ഡ് സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഡു വരുന്നതും ഡസ് വരുന്നതും ഡിഡ് വരുന്നതും മറ്റ് ഓക്സിലറി മെയിൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് എളുപ്പമുള്ള ഓക്സിലറീസ് വരുന്നതും ഒക്കെയുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ആ ഒരു സെൻറ്റൻസ് ഇങ്ങോട്ട് എടുക്കുക, ഇതേപോലെ മാറ്റി നോക്കുക, മാറ്റിയിട്ട് അതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കുക, അത് പറയുക. സമാനമായ സ്ട്രക്ചറിലുള്ള മറ്റ് സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതൊരു ഇംഗ്ലീഷ് ലേണർക്കും ഒരു ലാംഗ്വേജ് ലേണർക്കും ഉണ്ടായിരിക്കേണ്ട സ്കില്ലാണ് ഇത്. ഈ സ്ട്രക്ചേഴ്സ് പഠിച്ചു വെക്കുക, ആ സ്ട്രക്ചറിനനുസരിച്ച് ക്വസ്റ്റ്യൻസും നോർമൽ സെൻറ്റൻസും ഉണ്ടാക്കാൻ പഠിക്കുക. ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനെ നോർമൽ സെൻറ്റൻസിലേക്ക് കൊണ്ടുപോകാൻ ചെയ്തു നോക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കുക. ഇങ്ങനെ കുറച്ച് ദിവസം ഇനി ബാക്കിയുള്ള വീഡിയോ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇതിരുന്ന് ചെയ്ത് നോക്കി ഇത് ശരിക്കും ക്ലിയർ ആയതിനു ശേഷം ബാക്കി കണ്ടാലും മതി. വീഡിയോസ് യൂട്യൂബിലാണ്, സാധനം അവിടെ കിടക്കുന്നുണ്ടാവും, ആരും എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. നിങ്ങളുടെ സ്പീഡിനനുസരിച്ച് പഠിച്ചാൽ മതി. പക്ഷേ
ഒരു വീഡിയോ കറക്റ്റ് പഠിക്കാതെ നിങ്ങൾ വേറെ കുറേ വീഡിയോസ് കണ്ടതുകൊണ്ട് കാര്യം ഞാനിത് എനിക്ക് കുറേ വ്യൂസ് കിട്ടാൻ വേണ്ടി ഇടുന്ന സംഭവമൊന്നുമല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇടുന്ന സംഭവമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് തൃപ്തിയായതിനു ശേഷം അടുത്ത വീഡിയോയിലേക്ക് പോയാൽ മതി. ദർ ഇസ് നോ ഹറി, ദർ ഇസ് നോ വറീസ്. ഓക്കെ, I hope you guys got the general idea of converting one sentence into many different forms. These 4 forms are very important. These type of sentences will frequently come when you use English, when you write, when you speak. This kind of different structures will intermittently come in between. So there should not be any worry or any doubt or any delay for you guys to convert a sentence from question to answer to negative to the other types. Okay, you should be an expert of this kind of things. Please don't look at the meaning, or please don't confused of the structure or what idea it gives. Just be an expert of converting any sentence into this type of form, so that you guys will find it very easy to handle English independently. All right, so thanks a lot for joining today. Really good to see you guys learning English from my channel. So it's really a nice thing in my life, and I can see people joining from different parts of the Kerala and different parts of the world as well. There are people from Middle East, there are people from UK, and there are people from all the districts of Kerala. I'm really excited to see that. So we have to bring more people to our channel. There are so many people out there who really want to learn English from the basic level, but due to different reasons they don't have enough time, or they don't have money, or they are shy to join an institute, or they are shy to ask somebody this kind of basic doubts. So due to many different reasons, people actually hesitate to start learning. So this is a venture, this is a mission to teach people from the basic level to any level they want. If you follow my channel, you guys can learn anything in English. You know, there are so many different levels are come. This is level 1, so I expect at least 100 videos in level 1 itself, and there are so many other higher courses are there in the pipeline, like there will be interview training, there will be public speaking training, and there will be voice and accent training, and there will be many different types of training in connection with English. So you guys stay back, stay tuned, be with me, and you please leave your comments. Your comments means a lot for this effort.